إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കഠിനമായ ചൂട്, ഹറാറത്തു സൈഫ്, ആ കഠിനമായ ചൂടിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതായ ചില പാഠങ്ങളുണ്ട്. يقول الله عز وجل قل نار جهنم أشد حرا, കത്തിജ്വലിക്കുന്നതായ നരകാഗ്നി ഇതിനേക്കാൾ എത്രയോ ചൂടേറിയതാണ്. ഒരു ചെറിയ ചൂട് പോലും സഹിക്കാൻ സാധിക്കാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നരകാഗ്നിയുടെ ചൂട് അവനൊരിക്കലും സഹിക്കാൻ സാധിക്കുകയില്ല. عن المقداد بن الأسود رضي الله عنه أن النبي صلى الله عليه وسلم قال تدنو الشمس من أحدكم يوم القيامة حتى تدنو قدر ميل. സൂര്യൻ അന്ത്യദിനത്തിൽ ഒരു മനുഷ്യന്റെ വളരെ അടുത്തേക്ക് വരും. فيكون الرجل في قدر أعماله من العرق. അന്നേ ദിവസം ഓരോ മനുഷ്യനും തൻ്റെ ചെയ്തികളുടെ സ്വഭാവമനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിച്ചിട്ടുണ്ടാകും. فيكون إلى كعبيه فيكون أحدهم إلى നെരിയാണിയുടെ അത്രയും ചില ആളുകൾക്ക് അവരുടെ മുട്ടുവരേക്കും അവരുടെ വിയർപ്പിൽ അവർ മുങ്ങി നിൽക്കുകയായിരിക്കും. وقال صلى الله عليه وسلم ومنهم من يلجمه العرق إلجاما. ചില ആളുകളെ മൂടുമാർ അവരുടെ വിയർപ്പ്, ആ വിയർപ്പിൽ അവർ മുങ്ങി നിൽക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. فأشار صلى الله عليه وسلم بيده إلى فيه. അള്ളാഹുവിന്റെ റസൂൽ തന്റെ വായയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, വായ മൂടുമാറ് വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന മനുഷ്യന്മാർ അന്നേ ദിവസം ഉണ്ടായിരിക്കുമെന്നാണ്. എന്നാൽ മറ്റൊരു ഹദീസിൽ സത്യവിശ്വാസികൾക്ക് ആശ്വാസം എന്നോണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സബ്അത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമൽ ഖിയാമ. സബ്അത്തുൻ
യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമൽ ഖിയാമah. 7 ആളുകൾക്ക് അന്ത്യദിനത്തിൽ അല്ലാഹുവിന്റെ തണലല്ലാത്ത പടച്ചറബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നൽകുന്ന തണലല്ലാത്ത ഒരു തണലുമില്ലാത്ത ദിവസം. അന്നേ ദിവസം 7 പേർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തണൽ നൽകുന്നതാണ്. ഒന്നാമതായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി, വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുന്നതിൽ ഉത്സാഹം കാണിച്ചുകൊണ്ട് വളർന്ന യുവാവ്, തന്റെ യുവത്വത്തിൽ പടച്ചറബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്തുകളിൽ വീഴ്ച വരുത്താതെ ജീവിച്ച യുവാവ്. മൂന്നാമത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്. മൂന്നാമത്തെ തണൽ ലഭിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് തന്റെ ഹൃദയം പള്ളിയുമായി ബന്ധിക്കപ്പെട്ട മനുഷ്യൻ. പള്ളികളിൽ നിന്ന് ബാങ്കിന്റെ വിളി കേൾക്കുമ്പോൾ അതിനുത്തരം ചെയ്തുകൊണ്ട് ജമാഅത്തുകൾക്ക് കൃത്യമായി പള്ളിയിൽ പോകുകയും അള്ളാഹുവിന്റെ പള്ളികളുമായി മനസ്സുമായി വല്ലാത്തൊരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ള മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനാണ് മൂന്നാമത്തെ ആളെന്ന് പറയുന്നത്. നാലാമതായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റജുലാനി തഹാബ്ബാ ഫില്ലാഹ് ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഒരുമിച്ച് കൂടിയ, പരസ്പരം സ്നേഹിച്ച 2 പേർ, അങ്ങനെ പരസ്പരം സ്നേഹിക്കുകയും അതിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ ഒരുമിക്കുകയും അങ്ങനെ ആ സ്നേഹത്തോടുകൂടി വേർപിരിയുകയും ചെയ്തിട്ടുള്ളവരായ 2 പേർ. ആ 2 പേരാണവർ. പിന്നീട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആറാമത്തെ ആളെന്ന് പറയുന്നത്, റജുലുൻ ദഅത്ഹു ഇംറഅത്തുൻ ദാതു ജമാലിൻ വമൻസിബിൻ. റജുലുൻ ദഅത്ഹു ഇംറഅത്തു. അഞ്ചാമത്തെ ആളെന്ന് പറയുന്നത്, റജുലുൻ ദഅത്ഹു ഇംറഅത്തുൻ ദാതു ജമാലിൻ വമൻസിബിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ അസ്സ വജൽ. ഒരു മനുഷ്യനെ, അധികാരമുള്ള ഭംഗിയുള്ള ഒരു സ്ത്രീ മോശമായ പ്രവർത്തനത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ, അധികാരമുള്ളവളാണ്, അതുകൊണ്ട് ആരെയും ഭയക്കേണ്ടതില്ല, ഭംഗിയുള്ളവരാണ്, പക്ഷേ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യത്തിൽ നിന്ന് വിട്ടുനിന്നവനായ മനുഷ്യൻ. പിന്നീട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആറാമത്തെ വ്യക്തി എന്ന് പറയുന്നത്, വറജുലുൻ تصدق بيمينه حتى لا تعلم شماله ما أنفق يمينه. ഒരു മനുഷ്യൻ, അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദാനം ചെയ്തു, അവന്റെ വലതു കൈ കൊണ്ട് കൊടുത്തത് ഇടതു കൈ അറിയാത്ത വിധം അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി മനുഷ്യൻ അവൻ നൽകിയിട്ടുള്ളതായ ദാനധർമ്മമുണ്ടല്ലോ, ആ ദാനധർമ്മമാണ് ആറാമത്തെ വ്യക്തിക്ക് അള്ളാഹു പ്രത്യേകമായി തണല് നൽകാൻ കാരണമായി തീർന്നത്. അവസാനമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏഴാമത്തെ വ്യക്തി എന്ന് പറയുന്നത്, റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹ്. റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹ്. ഒരു മനുഷ്യൻ ഒറ്റക്കിരുന്ന്, ആരും തന്നെ കാണാനില്ലാത്തൊരിടത്ത് ഒരു മനുഷ്യൻ ഒറ്റക്കിരുന്ന് പടച്ചറപ്പിനെ ഓർത്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിക്കൊണ്ട് ആ മനുഷ്യൻ തന്റെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്താൽ ആ മനുഷ്യനാണ് അള്ളാഹുവിന്റെ പ്രത്യേകമായ തണല് ലഭിക്കുന്ന ഏഴാമത്തെ വ്യക്തി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരു കഠിനമായ ചൂട് പോലും സഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്. സത്യനിഷേധികളായ ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള കഠിനമായ നരകത്തെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊള്ളുക. ആ നരകത്തിന്റെ വിറക് എന്ന് പറയുന്നത് മനുഷ്യരും കല്ലുകളുമാണ്. عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. അതിന്റെ വഖൂദ്, ഇന്ധനം എന്ന് പറയുന്നത് നാസ്, മനുഷ്യരും, വൽ ഹിജാറ, കല്ലുകളുമാണ്. ആ നരകത്തിന് കാവലിരിക്കുന്നത് അലൈഹാ മലായികത്തുൻ ഗിലാദ് ഷിദാദ്, കാരുണ്യം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത
അങ്ങേയറ്റം കഠിന ഹൃദയരായ ചില ആളുകളാണ് ആ നരകാഗ്നിക്ക് കാവലിരിക്കുന്നത്. അവർക്ക് കരുണ എന്തെന്നറിയില്ല. അതുകൊണ്ട് ആ നരകാഗ്നിയെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നു. അതുകൊണ്ട് നരകാഗ്നിയെ ഭയപ്പെട്ട് തഖ്വയുള്ളവരായി തെറ്റുകൾ തിരുത്തി പശ്ചാത്തപിച്ച് മടങ്ങുന്നവരായി അല്ലാഹുവിലേക്ക് നാം ഓരോരുത്തരും മടങ്ങുക. പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد أيها الإخوة أوصيكم بتقوى الله. الله സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിൽ നന്മ ചെയ്യാൻ ലഭിക്കുന്ന ഒരു അവസരവും പാഴാക്കരുത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു, റജുലുൻ ബലഗ ബിഹിൽ അതശു മാ ബലഗ ഫനസല അൽബിഅറ ഫശരിബ ثم صعد. ഒരു മനുഷ്യൻ വല്ലാതെ ദാഹിച്ചു വലഞ്ഞ് മരുഭൂമിയിൽ അയാൾക്ക് അവസാനം ഒരു കിണർ കാണുകയും ആ കിണറിൽ ഇറങ്ങി അയാൾ അല്പം വെള്ളം കുടിക്കുകയും ചെയ്തു. എന്നിട്ട് ആ കിണറിൽ നിന്ന് അയാൾ പുറത്തു വന്നു. فإذا بكلب يلهث من العطش ويأكل الثرى من العطش فقال الرجل بلغ هذا الكلب ما بلغني من الشدة والعطش فنزل البئر فحمل ماء في خفه فسقى الكلب فدخل الجنة. ഒരു മനുഷ്യൻ ആ ചൂടുള്ള സമയത്ത് ദാഹിച്ചു വലഞ്ഞ ഒരു നായ ആ കിണറിന്റെ ഓരത്തിരുന്ന് മണ്ണ് കപ്പുന്നത് കണ്ടപ്പോ ആ മനുഷ്യൻ വീണ്ടും ആ കിണറിലേക്ക് ഇറങ്ങി തന്റെ ഖുഫിൽ വെള്ളം നിറച്ച് ആ നായക്ക് കുടിക്കാൻ കൊടുത്ത സംഭവത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ ആ വെള്ളം കൊടുത്തതിന്റെ പേരിൽ ദഖലൽ ജന്ന ശകറല്ലാഹ ഫദഖലൽ ജന്ന. ആ മനുഷ്യൻ ആ ഒരു നന്മ ചെയ്യാൻ സാധിച്ചതിന്റെ പേരിൽ അല്ലാഹുവിനെ സ്തുതിക്കുകയും പടച്ച റബ്ബ് അയാൾക്ക് അതിന്റെ പേരിൽ സ്വർഗം നൽകുകയും ചെയ്തു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മിണ്ടാപ്രാണികൾക്ക് വെള്ളം കൊടുക്കുന്നതും ഭക്ഷണം നൽകുന്നതുമൊക്കെ അങ്ങേയറ്റം പ്രതിഫലാർഹമായ കാര്യമാണ്. ജീവിതത്തിൽ നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കുന്ന ഒരവസരവും പാഴാക്കരുത് എന്നുള്ളതാണ് ആ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. എത്ര കഠിനമായ പ്രയാസമുള്ള ഘട്ടങ്ങളിലാണെങ്കിലും മറ്റൊരാളെ സഹായിക്കുവാനോ അതുപോലെ തന്നെ ഒരു നന്മ ചെയ്യുവാനോ ഉള്ള അവസരമുണ്ടെങ്കിൽ അത് പാഴാക്കരുത് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين. اللهم وفق ولاة أمورنا لما تحب وترضى وخذ بناصيتهم للبر والتقوى وارزقهم بطانة صالحة واحفظهم بحفظك يا رحمن. آمين 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 برحمتك يا أرحم الراحمين. وأقم